എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഹോശന്നാ ഞായറായിട്ട് എല്ലാ ക്രിസ്തീയ സഭാവിഭാഗങ്ങളും ആഘോഷിക്കുന്ന ഒരു സുദിനമാണ്. മത്തായി സുവിശേഷം 21 അധ്യായത്തിനെ ആസ്പദമാക്കിയാണ് ഈ ഹോശന്നാ ഞായറാഴ്ച എന്ന് പറയുന്ന ആ ഒരു ഈവൻറ്റിനെ ഇന്ന് സഭാവിഭാഗങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവം പഴയ നിയമത്തിനകത്തുള്ള ഒരു ഉദ്ധരണിയുടെ, ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയായി നടക്കേണ്ടുന്നതും കൂടെയാണ് എന്നുള്ളത് കാണിക്കാനാണ് 4-ാം വാക്യത്തിനകത്ത് പഴയ നിയമത്തിനകത്തുള്ള ഒരു പ്രവചനത്തിൻ്റെ ഉദ്ധരണി പറഞ്ഞു. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. അപ്പോൾ ആ പ്രവചന നിവൃത്തി എന്നോളമാണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം. എന്നിട്ട് ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്ത് കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ട് അവൻ കയറി ഇരുന്നു. യേശു കയറി ഇരുന്നു. ഞാൻ ഇത്രയും ഭാഗത്തിനെ വെച്ചിട്ട് ചില ആത്മീയ മർമ്മങ്ങൾ പറഞ്ഞതിന് ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തായാലും യേശു ഈ കഴുതയെ കൊണ്ടുവരാൻ പറയുന്നത് വെറുതെ കാണാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് എന്തോ ഒരു കാര്യം ചെയ്ത് നിവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. അതൊരു പ്രവചന നിവൃത്തിയാണ്. അപ്പോൾ ഇന്നയോളം ഞാൻ പള്ളികളിൽ കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടായ്മകളിൽ കേട്ടിരിക്കുന്ന പ്രസംഗം അക്ഷരാർത്ഥത്തിൽ ഒരു കഴുതയും അതിൻ്റെ കുട്ടിയും കൊണ്ടുവരണം, യേശു അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നതായിട്ടാണ് ഇന്ന് പ്രസംഗങ്ങൾ മുഴുവൻ കേട്ടിരിക്കുന്നത്. എന്താണ് ഈ കഴുതയും കഴുതയുടെ കുട്ടിയും എന്നുള്ളത്? അത് ശരിക്കും കഴുതയാണോ അതോ അതൊരു കൺസെപ്റ്റാണോ? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് അറിയണം. അപ്പോൾ എന്താണ് ഈ കഴുത എന്നുള്ളത് നമുക്കൊന്ന് നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 11-12 വാക്യം ഞാൻ വായിക്കാം. അപ്പോൾ എന്താണ് ഈ കഴുത എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ എഴുതിയിരിക്കുന്നത്, നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവന് ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം. അപ്പോൾ ഇത് ആരോടാ പറയുന്നത്? ഹാഗറിനോട് ദൈവം നേരിട്ട് സംസാരിക്കുന്നത്. ഇനി 12-ാം വാക്യമാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 12 ഒരു പ്രവചനം എന്നുള്ള നിലയിൽ ദൈവം തന്നെ ഹാഗറിനോട് പറയുന്ന പോർഷനാണ്. അപ്പോൾ ഇതും ഒരു പ്രവചനമാണ്. ഹാഗറിനോട് ദൈവം പറയുന്നതാണ് ഈ പ്രവചനം. അതാണ് ഉൽപ്പത്തി 16:12. അവൻ നിനക്ക് ജനിക്കുന്ന ഇസ്മായേൽ എന്ന് പറയുന്ന ആ മകനിലൂടെ വരുന്ന ആ ജനറേഷൻ, അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായിരിക്കും, എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്നരുളി ചെയ്യും. അപ്പോൾ ഈ കാട്ടുകഴുത എന്ന് പറയുന്നത് ഒരു മൃഗത്തെ വെച്ച് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ്. ഇസ്മായേൽ എന്ന് പറയുന്ന ആ ഒരു മകനെയും ആ മകൻ പ്രതിനിധാനം ചെയ്യാൻ പോകുന്ന സമൂഹത്തെയും കുറിച്ച് ദൈവം പറയുന്ന പേരാണ് കാട്ടുകഴുത. അപ്പോൾ ഈ കാട്ടുകഴുത ഇസ്മായേലിൻ്റെ ആ വംശപാരമ്പര്യം നമ്മൾ കാട്ടറബികളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. സോ അറബികളെ അല്ലെങ്കിൽ ആ ഇസ്മായേലിൻ്റെ പാരമ്പര്യത്തിൽ വന്ന അറബി സമൂഹത്തെ, ആ ഇസ്ലാം സമൂഹത്തെയാണ് ഈ കാട്ടുകഴുത എന്ന് പറയുന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാട്ടുകഴുത എന്ന് പറയുന്നത് ശരിക്കും ഒരു മൃഗത്തെ അല്ല റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്, ഇസ്മായേൽ വഴി വരുന്ന ആ ഒരു ജനറേഷനെയാണെന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായി. അപ്പോൾ ഇസ്മായേൽ കാട്ടുകഴുതയാണെങ്കിൽ നാട്ടുകഴുത ആരായിരിക്കും? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യത്തിൻ്റെ നേരെ അപ്പുറത്തുള്ള എഴുതാത്ത അർത്ഥം കൂടെ നമ്മൾ ഗ്രഹിക്കണം. അപ്പോൾ ഇസ്മായേലിനെ കാട്ടുകഴുത എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നാട്ടുകഴുത എന്ന് പറയുന്നത് ആരാണ്? ഇസഹാക്കാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കാണ് നാട്ടുകഴുത. അബ്രഹാമിന് ജഡത്തിൽ ജനിച്ച, ഹാഗറിൽ ജനിച്ച വ്യക്തി കാട്ടുകഴുതയും സാറയിൽ ജനിച്ച ഇസഹാക്ക് എന്ന് പറയുന്നത് നാട്ടുകഴുതയും. അപ്പോൾ ഇസഹാക്കിൽ നിന്ന് അടുത്ത് യാക്കോബിൽ നിന്ന് 12 ഗോത്രങ്ങൾ, ആ 12 ഗോത്രങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ആ വലിയൊരു ജനസമൂഹം, ഇതാണ് ഇസ്രായേൽ ജനത എന്ന് പറയുന്നത്. ആ ഇസ്രായേൽ ജനതയ്ക്ക് വിളിക്കുന്ന പേരാണ് നാട്ടുകഴുത. അപ്പോൾ ഈ വാക്യം വായിക്കാതെ നമുക്ക് കഴുത എന്താണെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ അത് ക്ലിയറായി എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ കഴുത എന്ന് പറയുന്നത് ആ മൃഗത്തെ അല്ല ഉദ്ദേശിക്കുന്നത്, ഇസഹാക്കിൽ നിന്ന് ഉരുവായ ആ ഇസ്രായേൽ വംശാവലിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിനകത്തുള്ള ഈ ഉദ്ധരണി ഞാൻ വായിക്കുന്നത്. ഇനി രണ്ടാമത്
ഒരു ഉദ്ധരണിയുടെ വായിക്കണം. നമ്മൾ മത്തായി 21:4 വായിച്ചപ്പോൾ അവിടെ ഒരു പ്രവചനത്തിൻ്റെ നിവർത്തി സംഭവിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. ആ പ്രവചനം എന്ന് പറയുന്നത് സെഖര്യാവിൻ്റെ പുസ്തകത്തിനകത്ത് 9-ാം അധ്യായത്തിൽ 9-ഉം 10-ഉം വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. സെഖര്യാവ് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ 9-ന്റെ 9-ൽ, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, ജെറുസലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. ആരാ വരുന്നത് നിന്റെ അടുക്കിലേക്ക്? രാജാവ് വരികയാണ്. അപ്പൊ ഇസ്രായേൽ ആ സാമ്രാജ്യത്തോട്, ആ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തോട്, അതാ സിയോൻ പുത്രി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഘോഷിച്ചാനന്ദിക്കുക. എന്തുകൊണ്ട് ഘോഷിച്ചാനന്ദിക്കണം? എന്തുകൊണ്ട് നിങ്ങൾ ആർപ്പിടണം? ഇതാ നിങ്ങളുടെ രാജാവ് നിങ്ങളുടെ അടുത്തിലേക്ക് വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി എങ്ങനെയാ വരുന്നത്? കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. സാധാരണ രാജാവ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് 10-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജെറുസലേമിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇസ്രായേലിലെ ആൾക്കാർ, രാജാക്കന്മാർ വരുന്നത് കണ്ടിട്ടുണ്ട്. ശൗൽ രാജാവ്, ദാവീദ് രാജാവ്, ശലോമോൻ, ഇവരൊക്കെ വരുന്നത് രഥത്തിലാണ്, കുതിരപ്പുറത്താണ്. അതാ 10-ാം വാക്യം പറയുന്നത്. ഞാൻ എഫ്രീമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും. പടവില്ല് ഒടിഞ്ഞു പോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റത്തോളവും ആയിരിക്കും. ഇത് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നയോളം കണ്ടിരിക്കുന്നത് രഥത്തിലും കുതിരമേലും വരുന്ന രാജാക്കന്മാരെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ആ പഴയ നിയമം മുഴുവൻ വായിക്കുമ്പോഴത്തേക്ക് ശൗൽ യുദ്ധങ്ങൾ ചെയ്ത് വിജയിച്ചു, കുതിരകളിൽ പോയി, രഥങ്ങളിൽ പോയി എന്ന് നമ്മളിവിടെ വായിച്ചിട്ടുണ്ട്. ദാവീദ് യുദ്ധങ്ങൾ ചെയ്ത് വിജയിച്ചു. അപ്പോൾ ദാവീദും സഞ്ചരിച്ചിരുന്നത് രഥത്തിന്മേലും കുതിരമേലും ആണ്. അതുപോലെ ശലോമോന് ഒത്തിരി അധികം പെൺകുതിരകൾ സമ്പത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രാജാക്കന്മാരുടെ പ്രൗഢി എന്ന് പറയുന്നത് രഥങ്ങളും കുതിരകളുമായിരുന്നു. പക്ഷേ വേറൊരു രാജാവ് ഇതാ വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. അവൻ താഴ്മ ധരിച്ചാ വരുന്നേ. ആ രാജാവ് വരുന്നത് കുതിരപ്പുറത്തല്ല, രഥങ്ങളുടെ മേലുമല്ല. ആ രഥങ്ങളെയും കുതിരകളെയും ഒക്കെ ഛേദിച്ച് കളഞ്ഞിട്ട് ആ രാജാവ് നിങ്ങളുടെ അടുത്തേക്ക് എഴുന്നള്ളി വരുന്നത് കഴുതപ്പുറത്താണ്. കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയുടെ പുറത്തുമാണ് ആ രാജാവ് എഴുന്നള്ളി വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഈ പ്രവചനം ഇസ്രായേൽ ജനങ്ങൾ ഇങ്ങനെ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുമ്പോൾ, ഒരു രാജാവ് കഴുതപ്പുറത്ത് വരുന്നുവെന്ന് പറയുമ്പോൾ അത് അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു കോമാളിയുടെ വേഷമാണ്. കഴുതപ്പുറത്ത് വരുന്ന ഒരു രാജാവിന് അവർ കൽപ്പിക്കുന്നത് ഒരു കോമാളിയായിട്ടാണ്. അങ്ങനെ ഒരു പ്രവചനം ഈ സെഖര്യാവ് പറയുമ്പോൾ ആ സെഖര്യാവിൻ്റെ പ്രവചനത്തെ സ്വീകരിക്കാനായിട്ട് ഇസ്രായേൽ ജനങ്ങൾ താല്പര്യപ്പെട്ടില്ല. അങ്ങനെ ഒരു രാജാവിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കഴുതപ്പുറത്ത് വരുന്ന ഒരു രാജാവ്, അയ്യേ, ഷേ. അതുകൊണ്ട് ഈ സെഖര്യാവിനെ ആ യാഗപീഠത്തിൻ്റെ നടുക്ക് വെച്ച് അവർ വെട്ടിക്കൊല്ലുകയാണ്. ഇങ്ങനെ പ്രവചനം പറയുന്നവൻ ദൈവത്തിൻ്റെ പ്രവാചകനല്ല എന്ന് പറഞ്ഞ് ആ പ്രവാചകനെ വളരെ മൃഗീയമായി അവരെ വെട്ടിക്കൊന്നു. അവൻ്റെ രക്തം അതിൽ വഴി വരുന്ന തോട് വഴി ഒഴുകി ആ രക്തം ആ ചാലിലായിട്ട് കയറി അങ്ങനെ പോകുമ്പോൾ ദൈവം ഇത് നോക്കുമ്പോൾ ദൈവത്തിന് ഉഗ്ര കോപം വന്നു, ഭയങ്കര ദേഷ്യം വന്നു. കാരണം തൻ്റെ പ്രവാചകനെ, ആ പ്രവചനത്തെ അവർ നിന്ദിക്കുകയും ഒപ്പം തന്നെ ആ പ്രവാചകനെ കൊന്നുകളയും ചെയ്തതുകൊണ്ട് ആ സമൂഹത്തോടെ ദൈവത്തിന് ഉഗ്ര കോപം വന്നു. ഇനിയാണ് ഈ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നേരെ മത്തായി സുവിശേഷത്തിലേക്ക് വീണ്ടും വരാനായിട്ട്. ഓക്കെ, അപ്പോൾ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. മത്തായി 21:4 പറഞ്ഞിരിക്കുന്ന പ്രവചനം, അങ്ങനെ ജീസസ് ക്രൈസ്റ്റ് ഒരു കഴുതയുടെ പുറത്തും കഴുതക്കുട്ടിയുടെ പുറത്തും കയറി വരുന്നതിനെ കുറിച്ചിട്ടുള്ള നിവൃത്തിയായി ഇവിടെ സംഭവിക്കാൻ പോകും. ഓക്കെ, ഇനി നിങ്ങൾ അതിനകത്ത് ഒരു കാര്യം കൂടെ വായിക്കണം. സെഖര്യാവിനകത്തുള്ള പ്രവചനം വായിച്ചാലും മത്തായി 21:4 വാക്യം വായിച്ചാലും അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേകതരം ആശയമുണ്ട്. അതായത് അവൻ കഴുതയുടെ പുറത്തും കഴുതയുടെ കുട്ടിയുടെ പുറത്തും ഒരേ സമയം കയറി വരുമെന്ന്. നിങ്ങൾ വീണ്ടും ആ വാക്യം ഒന്ന് വായിക്കുക. സെഖര്യാവ് 9:9 മത്തായി 21:4. ഒരേ സമയം ജീസസ് പെൺകഴുതയുടെ പുറത്തും ഒപ്പം തന്നെ പെൺകഴുതയുടെ കുട്ടിയുടെ പുറത്തും. അപ്പോൾ കഴുതയുടെ പുറത്തും കുട്ടിയുടെ പുറത്തും ഒരേ സമയം കയറി വരുവാൻ പറ്റുമോ? ലോജിക്കലി തിങ്ക് ചെയ്തേ. ഒരു സമയം ഒരു വ്യക്തിക്ക് 2 കഴുതപ്പുറത്ത് സഞ്ചരിക്കാൻ പറ്റുമോ?
അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ബാഹുബലിയിലെ സിനിമയിലൊക്കെ കണ്ടതുപോലെ ഒരു കാലപ്പുറത്ത് ഒരു കാലിപ്പുറത്ത് മൃഗത്തിൻ്റെ പുറത്ത് വെച്ച് ഇങ്ങനെ സാഹസികമായിട്ടൊക്കെ സഞ്ചരിക്കേണ്ടി വരും. അങ്ങനെ ഒരിക്കലും ജീസസ് സഞ്ചരിക്കത്തില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരേ സമയം 2 മൃഗങ്ങളുടെ പുറത്ത് സഞ്ചരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ കോണ്ടസ്റ്റിനകത്ത് ഒരേ സമയം 2 മൃഗങ്ങളുടെ പുറത്ത് സഞ്ചരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതോ ഇനി നിങ്ങൾ വിചാരിക്കരുത് കുറച്ച് സമയം പെൺകഴുതയുടെ പുറത്തും പെൺകഴുത ക്ഷീണിക്കുമ്പം ഇറങ്ങി കുട്ടിയുടെ പുറത്ത് വരുന്നത് സഞ്ചരിക്കും, കുട്ടി ക്ഷീണിക്കുമ്പോൾ വീണ്ടും ഇറങ്ങി പെൺകഴുതയുടെ പുറത്ത് വരുന്നത് സഞ്ചരിക്കും. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഇവിടുത്തെ കോണ്ടസ്റ്റ് ഒരേ സമയം 2 മൃഗത്തിൻ്റെ പുറത്ത് ഇരുന്ന് വരും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അത് ലോജിക്കലി ഫിസിക്കലി സംഭവിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ പിന്നിലൊരു കൺസെപ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പെൺകഴുത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രവചനം മുതൽ, സെക്കരിയാവിൻ്റെ പ്രവചനം മുതൽ ജീസസ് ക്രൈസ്റ്റ് വരെയുള്ള ആ ഒരു തലമുറ. അപ്പോൾ ഏകദേശം എത്ര വർഷമെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. മേ ബി ചിലപ്പോൾ ഒരു 500 years ഒക്കെ ഉണ്ടാവും. മേ ബി 500-നും ഒരു 400 yearsൻ്റെ മധ്യത്തിലുണ്ടാവും. സോ അത്രയും ഇയേഴ്സിൻ്റെ ഒരു തലമുറ, അതാണ് ഈ പെൺകഴുത എന്ന് പറയുന്നത്. ഇനി ഈ പെൺകഴുതയുടെ കുട്ടി എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചിരുന്ന സമയത്തുള്ള ജനറേഷൻ, യഹൂദ ജനങ്ങൾ, ഇസ്രായേൽ ജനങ്ങൾ, അതാണ് പെൺകഴുതയുടെ കുട്ടി എന്ന് പറയുന്നത്. സോ അതിൻ്റെ പുറത്ത് ജീസസ് കയറി ഇരിക്കുന്നു എന്ന് പറയുന്നത് ആക്ഷരികമായി കയറി ഇരിക്കുന്നതല്ല. ആ ജനതയുടെ പുറത്ത് ജീസസ് പറയുന്ന പ്രിൻസിപ്പിൾസ്, ജീസസിൻ്റെ ആദർശങ്ങൾ, ജീസസിൻ്റെ ടീച്ചിങ്, ജീസസ് പറയുന്ന ഹെവൻലി കൾച്ചർ, ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസ്, ഇതൊക്കെയാണ് ആ ജനങ്ങളുടെ പുറത്ത് കയറ്റി വെക്കാനായിട്ട് ആഗ്രഹിച്ചതെന്ന് അർത്ഥം. അല്ലാതെ ജീസസ് അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നതായിട്ടല്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഈ ആത്മീക അർത്ഥം അറിയാതെ ബൈബിളിനെ വികലമായി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബൈബിളിൽ പറയുന്ന ഒരു കാര്യങ്ങളും ആക്ഷരികമായി ഫിസിക്കലി സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതിനകത്തെല്ലാം എന്തുണ്ട്? ആത്മീക അർത്ഥങ്ങളുണ്ട്. അങ്ങനെ ജീസസ് അതിൽ കയറി ഇരുന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇനി അടുത്ത് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 6-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം അതിൻ്റെ മേൽ ഇട്ട് അവൻ കയറി ഇരുന്നു. എവിടെ ഇരുന്നു? പെൺകഴുതയുടെ പുറത്താണോ അതോ കുട്ടിയുടെ പുറത്താണോ? അവിടെ അത് രണ്ടും പറയുന്നില്ല. സോ പ്രവചനത്തിനകത്ത് വളരെ വ്യക്തതയോട് പറയുന്നുണ്ട് 2ൻ്റെയും പുറത്തിരിക്കുമെന്നുള്ളതാണ്. സെക്കരിയാവ് 9:9 2ൻ്റെയും പുറത്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മാറി മാറി ഇരിക്കും എന്നുള്ളതല്ല, സൈമൾട്ടേനിയസ്ലി ഒരേ സമയം ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഇരുത്തം എന്ന് പറയുന്നത്, അവൻ കയറി ഇരുന്നു എന്ന് പറയുമ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ട് കുട്ടിയുടെ പുറത്താണോ തള്ളയുടെ പുറത്താണോ എന്ന് എഴുതിയിട്ടില്ല. 2ൻ്റെയും പുറത്ത് തന്നെയാണ് ഒരേ സമയം ഇരിക്കുന്നത്. അതായത് ആ ജനസമൂഹത്തിൻ്റെ മേൽ ജീസസ് ക്രൈസ്റ്റ് ആഗ്രഹിച്ച ആ ജീവിതശൈലി, ആത്മീക നിലവാരം, തൻ്റെ പ്രിൻസിപ്പിൾസ്, അതാണ് ഇരുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ജീസസ് ആ സമൂഹത്തിൻ്റെ മേൽ, ഇസ്രായേൽ സമൂഹത്തിൻ്റെ മേൽ ആ ദൈവികമായ ആശയങ്ങളെ പകരുമ്പോൾ, ദൈവം ഉദ്ദേശിച്ച ലൈഫ് കൾച്ചറിനെ പകരുമ്പോൾ, ആത്മാവിലുള്ള ജീവിത ശൈലിയെ പകരുമ്പോൾ അവർ അതിനെ സ്വീകരിച്ചു, അതിനെ അവർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ടാണ് വസ്ത്രം അതിൻ്റെ മേൽ വിരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വസ്ത്രം വിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിക്കുക, അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഒരു ഗുരുതുല്യനായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ രാജാവ് തുല്യനായിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോഴും നമ്മളുടെ നാട്ടിലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പൂവിടാറുണ്ട്, അല്ലെങ്കിൽ പരവതാനി വിരിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോഴത്തേക്ക് ആ ഗസ്റ്റിനൊക്കെ വരാൻ വേണ്ടിയിട്ട് പരവതാനി നമ്മൾ ഇടാറുണ്ട്. സോ അതെന്തിനു വേണ്ടിയിട്ടാണ്? അവരെ നമ്മൾ സ്വീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, ആദരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ടാണ്. സോ ഇതുപോലെ തന്നെ ജീസസിൻ്റെ ആശയങ്ങളും ജീസസിൻ്റെ പ്രിൻസിപ്പിൾസിനെയെല്ലാം അവർ സ്വീകരിച്ചു, അവർ ഹൃദയപൂർവ്വം അതിനെ അംഗീകരിച്ചു എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു സൂചകമാണ് അവർ അതിൻ്റെ മേൽ വസ്ത്രമിട്ടുവെന്നും അതിനെ സ്വീകരിച്ച് വഴിമധ്യ അവരുടെ വസ്ത്രങ്ങൾ വിരിച്ചുവെന്നും ചില്ലകൾ വെട്ടി കുരുന്ന ഇലകൾ വെട്ടിയിട്ട് അവർ അതിൻ്റെ മേൽ വിരിച്ചുവെന്നും ഒക്കെ എഴുതിയിരിക്കുന്നതെല്ലാം ആ സ്വീകാര്യതയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ അവിടെ ഇല വെട്ടിയിട്ടതോ തുണി വിരിച്ചതോ ഒന്നുമല്ല. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഹോശന്നാ ഞായർ എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ
ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം യേശു അക്ഷരാർത്ഥത്തിൽ ഒരു കഴുതപ്പുറത്ത് കയറിയതിനെ കുറിച്ചോ, അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ കുറേ തുണികളൊക്കെ വിരിച്ച് അല്ലെങ്കിൽ കുറേ പച്ചിലകളൊക്കെ വിരിച്ച് അവനെ അങ്ങനെ ആദരിച്ചതിനെ കുറിച്ചോ, അവന് ഹോശന ഹോശന എന്ന് വിളിച്ചുകൊണ്ട് ആ തെരുവിൽ കൂടെ നടന്നു എന്നുള്ളതിനെ കുറിച്ചോ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. യേശുവിൻ്റെ മിനിസ്ട്രി അവർ അംഗീകരിച്ചുവെന്നും യേശുവിൻ്റെ പ്രിൻസിപ്പിൾസിനെയും യേശു പറഞ്ഞ ടീച്ചിങ്ങിനെയും അവർ സ്വീകരിച്ചുവെന്നും അങ്ങനെ ആ യേശുവിനെ ആ വരാൻ പോകുന്ന മശിഹയായിട്ട് രാജാവായിട്ട് അവർ തങ്ങളുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊണ്ടുവെന്നും ആ രീതിയിൽ ജീസസിനെ അക്സെപ്റ്റ് ചെയ്ത കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയറായി എങ്കിൽ അടുത്ത കാര്യത്തിലേക്ക് പോകും. യേശു കഴുതപ്പുറത്ത് കയറി എങ്ങോട്ടാ പോയേ? എന്തിനാ പോയേ? അപ്പോൾ ജീസസ് കഴുതപ്പുറത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഒരു പർപ്പസ് ഉണ്ടാവും. യേശു കഴുതപ്പുറത്ത് കയറി സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പർപ്പസ് ഉണ്ടാവും. പർപ്പസ് ഇല്ലാതെ വെറുതെ കഴുതപ്പുറത്ത് കയറത്തില്ലല്ലോ. ആ പ്രവചനവും അങ്ങനെയാണല്ലോ. കഴുതപ്പുറത്ത് കയറി വരും, കുട്ടി കഴുതയുടെ പുറത്ത് കയറി വരും എന്ന് പറയുമ്പോൾ ആ വരുന്നതിനൊരു ഉദ്ദേശശുദ്ധി ഉണ്ടാകും, കയറിയതിനൊരു ഉദ്ദേശശുദ്ധി ഉണ്ടാകും. അപ്പോൾ ജീസസിൻ്റെ ആ പർപ്പസ്, ആ ജനത്തിൻ്റെ മേൽ ജീസസിൻ്റെ പ്രിൻസിപ്പിൾസും ജീസസിൻ്റെ ഐഡിയോളജീസും ജീസസ് പറഞ്ഞ ടീച്ചിങ്ങും ഒക്കെ ആ ജനത്തിൻ്റെ മേൽ ഇട്ടത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കി. ജീസസ് എങ്ങോട്ടാണ് നേരെ പോയത്? 12ാമത്തെ വാക്യം മുതലാണ് ജീസസിൻ്റെ ഉദ്ദേശശുദ്ധി, കഴുതപ്പുറത്ത് കയറി പോയതിൻ്റെ ഉദ്ദേശശുദ്ധി എഴുതിയിരിക്കുന്നത് 12ാം വാക്യം മുതലാണ്. അപ്പോൾ യേശു നേരെ ചെന്നത് കഴുതപ്പുറത്ത് കയറി നേരെ ചെന്നത് ജെറുസലേം ദേവാലയത്തിലായിരുന്നു. എന്തിനാ ജെറുസലേം ദേവാലയത്തിൽ പോയത്? പ്രാർത്ഥിക്കാനാണ്, ആരാധിക്കാനാണ്. അത് മറ്റെന്തെങ്കിലും വലിയ ദൈവികമായ മർമ്മങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അല്ല. ജീസസ് നേരെ ദേവാലയത്തിൽ ചെന്ന് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും ഈ മതവക്താക്കളെല്ലാം കൂടെ ആ ദേവാലയത്തിനകത്ത് ഒരു വലിയ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജനങ്ങളെ പീഡിപ്പിച്ചും ജനങ്ങളെ പിഴിഞ്ഞും ജനങ്ങളുടെ ആ സത്ത് എടുത്തുകൊണ്ട് തിന്നു കൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു മതവ്യവസ്ഥ, മത നേതാക്കന്മാരുടെ ഒരു തേർവാഴ്ച ആ ദേവാലയത്തിനകത്ത് അനധികൃതമായിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഉണ്ടാക്കി വെച്ച ആ ബിസിനസ് സാമ്രാജ്യത്തെ തച്ചുടക്കിയ ജീസസ് ചെയ്തത്. നോക്കിയേ, യേശു ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളയിടുന്നവരെയും എല്ലാം പുറത്താക്കി. കൊള്ളയിടുന്നവരെന്ന് ഞാൻ വായിച്ചതാണ്. അവിടെ കൊള്ളുന്നവരെയാണ്, വിൽക്കുന്നവരെയും അത് സ്വീകരിക്കുന്നവരെയും. അത് ശരിക്കും കൊള്ളയാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ വളരെ വ്യക്തതയോടുകൂടെ ആ യേശുവിൻ്റെ ഉദ്ദേശശുദ്ധി എന്നുള്ള രീതിയിൽ ഞാൻ ഇന്ന് ഒരു വീഡിയോ എൻ്റെ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് ഇതിൻ്റെ പിന്നിൽ ജീസസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് ശരിക്കും ഒരു കൊള്ളയായിരുന്നു. അപ്പോൾ അങ്ങനെ കൊള്ള നടത്തുന്ന ദേവാലയത്തിനകത്ത് പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും സൈഡ് ബിസിനസ്സിലൂടെ നടത്തിക്കൊണ്ടിരുന്ന കൊള്ളയെ ജീസസ് നിലംപരിശാക്കുക. ആ പൊന്മാനുഭവക്കാരുടെ മേശകളെയും ആ പ്രാവുകളെയും അവിടെയുള്ള കന്നുകാലികളെയും ഒക്കെ അടിച്ച് പുറത്താക്കി അവിടെ ഒരു ശുദ്ധി കലശം ചെയ്യുക. ഒന്ന് നോക്കിയേ, ഒറ്റയ്ക്ക്, ജീസസിൻ്റെ കൂടെ വേറെ ആരുമില്ല, ഒറ്റയ്ക്ക് ചാട്ടവാറെടുത്ത്, ചാട്ടവാർ എന്ന് പറയുന്നത് ഭയങ്കര ആയുധമൊന്നുമല്ല, ഒരു ചെറിയൊരു ആയുധമാണ്. ആ ഒരു ചാട്ടവാറെടുത്ത് ഒറ്റയ്ക്ക് ഈ ഒരു വലിയ മത സമൂഹം കെട്ടിപ്പടുത്ത് വെച്ചിരിക്കുന്ന കൊള്ള ചെയ്യുന്ന ഒരു വലിയൊരു സമ്പ്രദായത്തെ ഒറ്റയ്ക്ക് തച്ചുടക്കുക. അതും ഒരു ഫിസിക്കൽ ഈവൻ്റാണ് നിങ്ങൾ കാണരുത്. ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ചാട്ടവാറെടുത്ത് ആ സമയത്ത് അവിടെ ഒരു ഷോ ഓഫ് കാണിച്ച രീതിയിൽ നിങ്ങൾ അതിനെ കാണരുത്. സിസ്റ്റമാറ്റിക്കായിട്ട് 3.5 വർഷം കൊണ്ട് ജീസസ് തൻ്റെ പ്രവർത്തനത്തിലൂടെ, അതാ ചാട്ടവാറെന്ന് ഉദ്ദേശിക്കുന്നത്, ജീസസിൻ്റെ പ്രവർത്തനത്തിലൂടെ അന്ന് യഹൂദന്മാരുടെ പ്രമാണിമാരായ ശാസ്ത്രിമാരും സദൂക്യന്മാരും പരീശന്മാരും പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും കൂടെ തട്ടിക്കൂട്ടിയിരിക്കുന്ന ആ ഒരു ബിസിനസ് സാമ്രാജ്യത്തെ, ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് ശലോമോൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ്. ശലോമോൻ്റെ കാലഘട്ടം വരെ ഒരു ബിസിനസ് നടത്താൻ വേണ്ടി ശലോമോനെ ദാവീദ് അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുക്കണമെന്നും എന്തൊക്കെ കൊടുക്കാൻ പാടില്ല എന്നും തീരുമാനിച്ചിരുന്നത് ഈ രാജാക്കന്മാരായിരുന്നു. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ദാവീദും ശലോമോനും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ ശലോമോൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ കൺട്രോൾ പുരോഹിതന്മാരുടെ കയ്യിലായി, മഹാപുരോഹിതന്മാരുടെ കയ്യിലായി. പിന്നെ ഭരണത്തിൻ്റെ വ്യവസ്ഥ ഇവർ തീരുമാനിക്കും ആരെന്ത് ചെയ്യണമെന്നൊക്കെ.
സോ ഇവരുടെ കയ്യിലേക്ക് നിയന്ത്രണം വന്നപ്പോൾ ഇവരൊരു സാമ്രാജ്യമുണ്ടാക്കി, ബിസിനസ് സാമ്രാജ്യമുണ്ടാക്കി. ഇതേ കാര്യം ഇന്നുമുണ്ട്. ഇന്ന് ഏത് സഭാവിഭാഗം എടുത്താലും ഇന്നൊരു ബിസിനസ് സാമ്രാജ്യം ഇന്നുള്ള മതവക്താക്കളുടെ കൈക്കകത്തുണ്ട്. നിങ്ങൾ ഏത് ഡിനോമിനേഷൻ എടുത്താലും അതിനകത്ത് ഈ ബിസിനസ്സുണ്ട്. സോ ആ ബിസിനസ്സിനെയാണ് കർത്താവ് വന്ന് ഉന്മൂലനാശനം ചെയ്യുന്നത്. സോ ആ കഴുതയെന്ന് പറയുന്ന ഇസ്രായേൽ ജനങ്ങളുടെ മേൽ ദൈവം ആഗ്രഹിച്ച ദൈവിക പദ്ധതികളെ ശരിയായ രീതിയിൽ റൂട്ട് ചെയ്തിട്ട് ആ ജനങ്ങളെ വെച്ചുകൊണ്ട് ഈ പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും കൂടെ ഉണ്ടാക്കി വെച്ച ആ കൊള്ള സംഘത്തെ അല്ലെങ്കിൽ ആ ശരിക്കുമുള്ള ബിസിനസ്സിനെ ജീസസ് നിലംപരിശാക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ജീസസ് യാത്ര ചെയ്തത്. ഇതിനു വേണ്ടിയിട്ടായിരുന്നു കഴുതയെ തെരഞ്ഞെടുത്തത്. ഇതിനു വേണ്ടിയിട്ടായിരുന്നു ആ കഴുത എന്ന് പറയുന്ന ജനങ്ങളുടെ പുറത്ത് ജീസസ് സഞ്ചരിച്ചത്. അടുത്തൊരു കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ മുടിയനായ പുത്രന്റെ കഥയിനകത്ത് മൂത്ത പുത്രൻ, നിങ്ങൾക്ക് ആ കഥ നല്ല രീതിയിൽ കുഞ്ഞിലെ പലവട്ടം കേട്ടിട്ടുള്ളത് കൊണ്ട് മുടിയനായ പുത്രന്റെ കഥ അറിയാം. ആ മുടിയനായ പുത്രന്റെ ആ കഥയുടെ സെക്കൻഡ് ഹാഫിൽ മൂത്ത പുത്രൻ വയലിൽ നിന്ന് കയറി വന്നിട്ട് ഈ ഇവിടെ നടക്കുന്ന ആഘോഷങ്ങളൊക്കെ കണ്ടതിന് ശേഷം അപ്പനുമായിട്ടുള്ള കോൺവെർസേഷനകത്ത് മൂത്ത മകൻ അപ്പനോട് ചോദിക്കുന്ന ഇതാണ്: അപ്പ, ഞാൻ ഇത്രയും നാൾ നിന്നെ, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, ഇത്രയും നാൾ ഞാൻ നിന്നെ, എന്താ വാക്ക്, സേവിച്ചിട്ട്, ഇത്രയും നാൾ ഞാൻ നിന്നെ സേവിച്ചിട്ട്. ആരെയാ നമ്മൾ സേവിക്കുന്നത്? സാധാരണ സേവ ചെയ്യുന്നതാരാ? സോ ഒരു യജമാനനെ ഒരു അടിമ അല്ലെങ്കിൽ ഒരു ദാസൻ സേവിക്കും. അപ്പൊ ഈ മൂത്ത പുത്രന്റെ മനോഭാവം എന്ന് പറയുന്നത് പിതാവിനെ അവൻ സേവിച്ചു എന്നാണ്. അതായത് യജമാനനായിട്ട് അപ്പനെ കണ്ടിട്ട് തന്നെ ഒരു കൂലിക്കാരനായി കണ്ട് അപ്പന്റെ ദാസന്റെ സ്ഥാനത്ത് നിന്ന് അപ്പനെ സേവിക്കുകയായിരുന്നു ഇത്രയും നാൾ. എന്നിട്ട് അവൻ ചോദിക്കുക, ഇത്രയും നാൾ ഞാൻ നിന്നെ സേവിച്ചിട്ട് എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും കൂട്ടുകാരുടെ അടുത്ത് ഒന്ന് ആഘോഷിക്കാനായിട്ട് നീ തന്നില്ലല്ലോ. സോ ഈ മൂത്ത പുത്രൻ ഡിനോട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഗോത്രത്തെയാണ്. സോ ഇത്രയും നാൾ ജീസസ് പറയുന്ന ഉപമയിലൂടെ ഈ അപ്പൻ എന്ന് പറയുന്ന ദൈവത്തെ ഇസ്രായേൽ ജനങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? സേവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യജമാനനായിട്ട്, അങ്ങ് എവിടെയോ ഇരിക്കുന്ന വലിയൊരു പുള്ളിയായിട്ട്, ഞങ്ങളെല്ലാം പാപികളാ, കുപ്പകളാ, ദോഷികളാ, ഞങ്ങളെല്ലാവരും നശിച്ചവരാ, ഞങ്ങളൊക്കെ പാപികളാ, അതുകൊണ്ട് ദൈവമേ എന്ന് പറഞ്ഞ് സേവിക്കുന്ന ഒരു മനോഭാവമായിരുന്നു. സോ ഈ സേവ ചെയ്യുന്ന മനോഭാവമാണ് ഈ കഴുതയുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആ കഴുതയുടെ ആറ്റിറ്റ്യൂഡുള്ള ജനമെന്ന് പറയുന്നത് ഇസ്രായേൽ ജനമാണ്, സേവ ചെയ്യുന്ന ജനം. ഇന്നും ഇതിന് മാറ്റമൊന്നുമില്ല. ഇന്ന് അച്ഛന്മാരും പാസ്റ്റർമാരും ദൈവത്തെ ശുശ്രൂഷിക്കുന്നു എന്ന് പറയുന്ന വ്യക്തികൾക്കും അവരെ തന്നെ പറയുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരെന്നാണ്. ദൈവദാസന്മാർ. ഏത് പാസ്റ്റർ എടുത്ത് ചോദിച്ചാലും ആ പാസ്റ്റർമാർ പറയും ഞാൻ ദൈവത്തിൻ്റെ ദാസൻ. അച്ഛന്മാരോട് ചോദിച്ചാൽ പറയും ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാർ. അങ്ങനെ ഒരു ദാസനില്ല. ദൈവത്തിൻ്റെ ദാസന്മാരെ വേണ്ട. ദൈവത്തിന് ദാസന്മാരെ താല്പര്യമില്ല. ദൈവത്തിന് മക്കളെ മതി, പുത്രന്മാരെ മതി. യേശു ദൈവത്തിൻ്റെ പുത്രന്മാർ. ഞാനും നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനാണ്, ദാസന്മാരല്ല. പുരോഹിതന്മാരും പാസ്റ്റർമാരും ഒക്കെ ദാസന്മാരായിട്ട് പോയിക്കോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. സോ ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത് ഒരു ദാസത്വ മനോഭാവമാണ്. അതാണ് കഴുതയുടെ സ്വഭാവം. സോ ഇസ്രായേൽ ജനങ്ങളെല്ലാം ഈ കഴുതയുടെ സ്വഭാവം, ദൈവത്തെ സേവിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരുന്നു. സോ ആ സേവന മനോഭാവത്തെയാണ് ജീസസ് ഇവിടെ പൊട്ടിച്ച് കളയുന്നത്. അപ്പോൾ ആ കോണ്ടസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. സോ ജീസസ് ഈ ഒരു സിസ്റ്റത്തിനെ പൊളിച്ചു മാറ്റിയിട്ട് ശരിക്കും ദൈവം ആഗ്രഹിക്കുന്ന ഒരു സിസ്റ്റത്തിനെ ആ ജനങ്ങളുടെ മേൽ ഇംപ്ലിമെൻ്റ് ചെയ്യാണ്, സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാണ്. അവരെ ശരിക്കും ദൈവം ആഗ്രഹിക്കുന്ന ഫ്രീഡത്തിനകത്തേക്ക് കൊണ്ടുവരുവാണ്. അതുകൊണ്ടാണ് റോമർ 8 തുടക്കത്തിലേക്ക് ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുവിലായ നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല, ന്യായപ്രമാണത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരായി, ഇനി ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിൽ നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ റോമാലേഖനം 7, 8 ഒക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ജീസസ് ശരിക്കും ഈ ജനങ്ങളെ ആ അടിമത്വത്തിൽ നിന്ന്, ആ കഴുതയുടെ സ്വഭാവത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ പല വാക്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. വീണ്ടും ആ മതത്തിൻ്റെ അടിമച്ചങ്ങലയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. സോ ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. സോ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ജീസസ് ക്രൈസ്റ്റ് ഈ ജനങ്ങൾക്ക് കൊടുക്കുന്നത് മതവ്യവസ്ഥയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. സോ ആ കാര്യങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ ഈ
21 അധ്യായത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലാതെ അവിടെ ഒരു കഴുതയോ ഒരു കുട്ടിയോ ജീസസ് അതിൻ്റെ പുറത്ത് കയറി ഇരിക്കുകയോ കുറേ ആൾക്കാർ വന്ന് തുണി വിരിക്കുകയോ ഓലവെട്ടിയിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതെല്ലാം സിംബോളിക്കായിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ചില മെറ്റാഫോർ മാത്രമാണ്, രൂപകങ്ങൾ മാത്രമാണ്. ഇനി ഒരു കാര്യം കൂടെ ഇതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അത്തി ഉണങ്ങിപ്പോയതിൻ്റെ കാര്യം പറയുന്നുണ്ട്. 19 വാക്യത്തിലാണ്. ഇല അല്ലാതെ ഒന്നും കാണായികയല്ല. അതിനകത്ത് അത്തിയിൽ നോക്കിയപ്പോഴത്തേക്ക് ഫലമൊന്നുമില്ല. ആ അത്തിവൃക്ഷത്തിനകത്ത് നോക്കിയ ഫലമൊന്നുമില്ല, ഇല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോവട്ടെ എന്ന് പറഞ്ഞ് ആ അത്തിയെ ശപിക്കുന്നുണ്ട്. ക്ഷണത്തിൽ ആ അത്തി ഉണങ്ങിപ്പോയി എന്ന് കാണുന്നു. ഈ അത്തി എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. എന്തുകൊണ്ടത് ന്യായപ്രമാണം എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റോമാലേഖനം 7-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യം എങ്ങനെയാണ്: നിങ്ങൾ ദൈവത്തിന് ഫലം കായ്ക്കണമെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആദർശങ്ങളിലേക്ക്, ജീസസ് ക്രൈസ്റ്റ് പറയുന്ന പ്രിൻസിപ്പിളിലേക്ക്, ജീസസ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ തിരിയണം. അപ്പം ന്യായപ്രമാണത്തെ നിങ്ങൾ വിടണം. മോശയുടെ ന്യായപ്രമാണത്തെയും മോശ വെച്ചിരിക്കുന്ന ഈ ദേവാലയ വ്യവസ്ഥയെയും ഇത്തരത്തിലുള്ള മതവ്യവസ്ഥയെ നിങ്ങൾ വിട്ടിട്ട് അതിനെ മാറ്റിയിട്ട് നിങ്ങൾ ദൈവത്തിന് ഫലം കായ്ക്കത്തക്ക രീതിയിൽ എങ്ങോട്ട് വരണം? ജീസസ് ക്രൈസ്റ്റിൻ്റെ ആശയങ്ങളിലേക്ക് വരണമെന്ന് റോമർ 7-4, 5, 6, 7 ഇങ്ങനെ താഴോട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുവരെ ഫലം കായ്ക്കാതിരിക്കുകയായിരുന്നു. ഫലം കായ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ തിരിയണം. ജീസസ് ക്രൈസ്റ്റ് പറയുന്ന പ്രിൻസിപ്പിളിനെ നിങ്ങൾ ഉൾക്കൊള്ളണം. ജീസസ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ തിരിഞ്ഞാലേ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതുവരെയും ഫലമില്ലാതിരുന്നു. എന്തുകൊണ്ടാണ് ഫലമില്ലാതിരുന്നേ? ദൈവം ആഗ്രഹിക്കുന്ന ഇച്ഛിക്കുന്ന രീതിയിലുള്ള ഫലം പുറപ്പെടുവിക്കാൻ മോശയുടെ ന്യായപ്രമാണത്തിനും കൽപ്പനകൾക്കും ആ മതവ്യവസ്ഥയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും പറ്റത്തില്ലാത്തത് കൊണ്ടാണ് അതിനെ ഉപേക്ഷിച്ച് നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീസസിലേക്ക് തിരിയണമെന്ന് പറയുന്നത്. അപ്പോൾ ഫലം കായ്ക്കാത്ത അത്തി എന്ന് പറയുന്നത് മോശയുടെ ന്യായപ്രമാണവും ഈ ആചാരാനുഷ്ഠാനങ്ങളുമാണ്. അതിനെ കരിയിച്ച് കളയുന്നതാണ്, ശപിക്കുന്നതാണ് ഈ അത്തി ഉണങ്ങിപ്പോകട്ടെ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള പൊരുൾ. സോ ഇത്രയും ഡീപ്പായിട്ടുള്ള ആത്മീക മർമ്മങ്ങൾ ഈ അധ്യായത്തിനകത്തുണ്ട്. സോ അടുത്ത വർഷമെങ്കിലും എന്നെ കേൾക്കുന്ന ചിലപ്പോൾ 1-2 പേരായിരിക്കും. മതി, എനിക്ക് ഒരാളെങ്കിലും സത്യം മനസ്സിലാക്കിയാൽ മതി. ഈ കേരളത്തിനകത്തുള്ള മലയാളികൾ, ക്രിസ്ത്യാനികൾ മുഴുവൻ സത്യം മനസ്സിലാക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഒരാൾ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മതി. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഹോശന ഞായറാഴ്ച ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ആചരിക്കുമ്പോൾ ഈ മർമ്മം, ദൈവം ആഗ്രഹിക്കുന്ന മർമ്മത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. വെറും ഒരു ആഘോഷമായി മാറാതെ, വെറും ഒരു ഫിസിക്കൽ ഈവൻ്റായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ട് നടക്കാതെ, ദൈവം ആഗ്രഹിക്കുന്ന അതിനകത്തുള്ള ആത്മീക മർമ്മങ്ങളെ ഗ്രഹിച്ച് അതനുസരിച്ച് നിങ്ങൾ കാര്യപ്രാപ്തിയിലേക്ക് എത്തിയാൽ, ദൈവം ആഗ്രഹിക്കുന്ന ഫലം നിങ്ങളിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. സോ ബ്ലെസ് യു ആൾ, ബി ഫ്രൂട്ട്ഫുൾ, ബി താങ്ക്ഫുൾ. ബൈ, താങ്ക് യു.